നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലേ? എന്താണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? ഇല്ലമ്മേ. എന്തായാലും ജഗം വിളിച്ചു പറഞ്ഞതല്ലേ, നമുക്ക് ഉടനെ പോണം. ആ മോനെ പറയൂ. അമ്മേ, ഞാനിപ്പോ ക്ഷേത്രത്തിലുണ്ട്. ഇപ്പൊ ആൾക്ക് ഭക്തി അല്പം കൂടുതലാണെന്ന് തോന്നുന്നല്ലോ. കല്യാണമൊക്കെ അടുത്തതുകൊണ്ടായിരിക്കും അല്ലേ? താലി കെട്ട് കഴിഞ്ഞവൻ എന്ത് കല്യാണം? അമ്മേ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛനും അമ്മയും വന്ദനയും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരണം. ഞാൻ പഴഞ്ചിറ ക്ഷേത്രത്തിൽ കാത്തു നിൽക്കുക. എന്തിനാ മോനെ വന്ദനയെ കൂട്ടി വരുന്നത്? അത് പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മേ. നേരിട്ട് കാണുമ്പോ പറയാം. ഈശ്വര, ഇനി വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളിനെ കുറിച്ച് പറയാനായിരിക്കോ? ഈശ്വര, അങ്ങനെയാണെങ്കിൽ മാധവേട്ടൻ അല്ല ജഗ, വന്ദനയെ കൊണ്ടുവരുന്ന കാര്യം ഓക്കെ, പിന്നെ എന്തിനാ മാധവേട്ടൻ? ഞാൻ സീരിയസ് ആയ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോ അച്ഛനും വന്ദനയും കൂടെ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. മോനെ, കഴിഞ്ഞ തവണ മോനെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത് മോൻ മറന്നോ? ഇല്ലമ്മേ, വന്ദന അറിയാതെ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളെ കണ്ടെത്തണം എന്നല്ലേ അമ്മ പറഞ്ഞത്? അതെ മോനെ. ആളെ കണ്ടെത്തിയോ? കണ്ടെത്തിയാലും അത് മാധവേട്ടനായിട്ട് വരുമ്പോ നീ പറയരുതേ. എനിക്കും വന്ദനയ്ക്കും മോനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം അത്. അത് മാധവേട്ടൻ അറിഞ്ഞ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഒരിക്കലും മാധവേട്ടൻ അറിയില്ലെന്ന് മോൻ എനിക്ക് ഉറപ്പു തരണം. ശരി അമ്മേ. മോനെന്തോ ഒരു ഉറപ്പില്ലാത്തതുപോലെ? അത് അമ്മയ്ക്ക് തോന്നുന്നതാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഫോണിൽ കൂടെ പറഞ്ഞൂടെ മോനെ? അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ലമ്മേ. പ്ലീസ്, ഞാൻ വെയിറ്റ് ചെയ്യാ. അമ്മയും അച്ഛനും വന്ദനയും ഉടനെ വരണം. ശരി മോനെ. ഓക്കെ. ആരാ? വർഷമോളായിരുന്നു? അല്ല, ജഗനായിരുന്നു. ഞാനും മാധവേട്ടനും കൂടി വന്ദനയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് ചെല്ലണമെന്ന്. ജഗൻ എന്താ അങ്ങനെ പറഞ്ഞത്? അവനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിവിടെ വന്നു പറഞ്ഞാ പോരെ? നമ്മളും കൂടി സംബന്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമാവും. നമുക്ക് പരിഹരിക്കേണ്ട പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ ഇവിടെ. അതിലേതെങ്കിലും പ്രശ്നം ദേവീ സന്നിധിയിൽ വെച്ച് പരിഹരിക്കാമെന്നായിരിക്കും. ഒരുപക്ഷെ ഹരിതയും മനുജും തമ്മിലുള്ള എന്തെങ്കിലും കാര്യം പറയാനാണെങ്കിലോ? ചിലപ്പോ ഹരിത ഇവിടെ തിരികെ കൊണ്ടിരുന്ന കാര്യമായിരിക്കും. ജഗൻ വിചാരിച്ചാലേ അത് നടക്കൂ. ചിലപ്പോ ജഗനോടൊപ്പം ഹരിതയും കാണും. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് വിളിക്കില്ലല്ലോ. മാധവേട്ടൻ പറഞ്ഞത് ശരിയാ. എങ്കിൽ വന്ദനയും കൂട്ടി നമുക്ക് ഉടനെ പോകാം. ശരി, നീ വേഗം റെഡിയാവും. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വന്ദനയുടെ കഴുത്തിൽ ആ താലി ചാർത്തിയത് ആരാണെന്ന് കണ്ടെത്തി തരണം. വേറെ എന്ത് പ്രശ്നമാണ്? ജാതകദോഷമല്ലേ? ഞാനൊരു പൊതുപ്രവർത്തനാണ്.
അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നവൻ. അങ്ങനെയാണെങ്കിൽ ഈ താലി പൊട്ടിച്ചെറിഞ്ഞൂടെ വന്നേക്ക്. മോളെ മോളെ എന്താ ആലോചിക്കുന്നത്? ജഗൻ എന്നെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ജഗൻ എന്താ പറഞ്ഞത്? ഉടനെ അച്ഛനും അമ്മയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് ചെല്ലണമെന്ന്. എന്താമ്മേ, ജഗൻ അമ്മയെ വിളിച്ചോ? വിളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നോട് അത് തന്നെയാ ജഗൻ പറഞ്ഞത്. വന്ദനയും മാധവേട്ടനെയും കൂട്ടി വേഗം ക്ഷേത്രത്തിലേക്ക് ചെല്ലണമെന്ന്. അപ്പോ എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലേ? എന്താണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? ഇല്ലമ്മേ. എന്തായാലും ജഗൻ വിളിച്ചു പറഞ്ഞതല്ലേ, നമുക്ക് ഉടനെ പോണം. മോള് റെഡിയാവ്. അമ്മയും വേഗം റെഡിയാവാം. ജഗൻ അവിടെ ഉണ്ട്. എന്തിനാ മോനെ വന്ദനയും കൂട്ടി ഞങ്ങളോട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞത്? ആ പറയാം. ആദ്യം ദേവിയെ തൊഴുതോളൂ. ആ വരൂ. ഇന്നത്തെ ആരതി പൂജ എൻ്റെ വക നേർച്ചയാണ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാവങ്ങളെല്ലാം അകന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.